Hello friends, welcome to Commerce Pallikoodam. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് ആണ്. അക്കൗണ്ടിൽ ഫൈനൽ അക്കൗണ്ട്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സിൽ പ്രോബ്ലംസും കൂടി വരുന്ന രീതിക്കാണ് ഇന്നത്തെ ക്ലാസ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് ഫുള്ള് കാണുക. അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ എക്സാം സ്പെഷ്യലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫുള്ള് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതിനടുത്തുള്ള ബെൽ ബട്ടനും കൂടി അമർത്തിയേക്കുക. എന്ത് ഡൗട്ട് തോന്നിയാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സിൽ ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ദ ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ഫൈനൽ അക്കൗണ്ട് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യുക, ഫിനാൻഷ്യൽ പൊസിഷൻ ഡിസ്കവർ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് ഫോർമാറ്റ് വരയ്ക്കാതെയും തയ്യാറാക്കാം. ഫസ്റ്റ് നമുക്ക് ഫോർമാറ്റ് വരയ്ക്കാതെ എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബിസിനസ്സുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും വേണം. സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കാണാമെന്ന് നോക്കാം. ഒരു പക്ഷേ ടെസ്റ്റിനകത്ത് അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റിനകത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് എടുത്ത് തന്നിട്ടില്ല എങ്കിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് ആവശ്യം? ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതിൻ്റെ കൂടെ പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇത്രയും 3 കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇവ 3 ആഡ് ചെയ്ത് അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അപ്പോൾ ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം നോക്കിക്കേ, ഇതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്. അതിന് വേണ്ടിയിട്ട് അവർ കുറേ എന്ത് ചെയ്യുന്നിട്ടുണ്ട്, ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസ്, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത്രയും കാര്യങ്ങളാണ് അവർ നമുക്ക് തന്നേക്കുന്നത്. ഇത് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇക്വേഷൻ എടുത്ത് എഴുതണം. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇവിടെ സെയിൽസ് നമുക്കുണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. സെയിൽസ് നമുക്ക് 80,000 രൂപ ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട, നേരെ സെയിൽസ് കിട്ടി. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. തന്നിട്ടില്ല. ഈ ഒരു ഇൻഫർമേഷനിലും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് നോക്കാം. അതിന് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ തന്നിട്ടുണ്ട് 15,000 രൂപ. പർച്ചേസസ് തന്നിട്ടുണ്ട് 35,000 രൂപ. ഡയറക്റ്റ് എക്സ്പെൻസസ് 4,000 രൂപ. ഇത് 3 നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്? ആഡ് ചെയ്യാനുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക്, അതും ക്വസ്റ്റിന് തന്നെയുണ്ട് 12,000 രൂപ. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്കായ 15,000, പർച്ചേസസ് 35,000, ഡയറക്റ്റ് എക്സ്പെൻസസ് 4,000, 3 കൂടി ആഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് നിന്നും 12,000 രൂപ ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്, 42,000 രൂപ. ഇനി നമുക്ക് സെയിൽ എടുത്ത് എഴുതിയിട്ടുണ്ട്. സെയിൽ 80,000 രൂപ. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങാം? ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങാം. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസ് 80,000 മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 42,000. നമുക്ക് കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് 38,000 രൂപ. അപ്പോൾ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ടിന് 2 സൈഡാണുള്ളത്, ഡെബിറ്റ് സൈഡും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡിനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും ഡയറക്റ്റ് എക്സ്പെൻസസും ആണ് നമ്മൾ എഴുതുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഡെബിറ്റ് സൈഡിൽ. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കുമാണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നിന്നും ക്രെഡിറ്റ് സൈഡിൽ നിന്നും മനസ്സിലായി. നമുക്കിനി ഫോർമാറ്റ് നോക്കാം. ഈ ഫോർമാറ്റിനകത്ത് ഡെബിറ്റ് സൈഡും തന്നിട്ടുണ്ട്, നമുക്ക്
ക്രെഡിറ്റ് സൈഡും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡെബിറ്റ് സൈഡ് നോക്കാം. ഏതിൽ നിന്നാണ് തുടങ്ങുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്തേക്കും? നമ്മുടെ ബാലൻസ് ഷീറ്റ്, അതായത് ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിനകത്ത് തന്നെ തന്നിരിക്കും. അതിൽ നിന്നും പർച്ചേസസ്, രണ്ടാമത് എഴുതുന്നത് പർച്ചേസസിൽ നിന്നും എന്തെങ്കിലും റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? കുറയ്ക്കണം. റിട്ടേൺസ് ഔട്ട്വേർഡ് എന്നോ പർച്ചേസസ് റിട്ടേൺ എന്നോ തന്നിരുന്നാൽ അത് ലെസ് ചെയ്യണം. ആഡല്ല, ലെസ് ആണ്. ഈ പർച്ചേസസിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതി, റിട്ടേൺസ് ഔട്ട്വേർഡിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതി, അതിൽ നിന്നും റിട്ടേൺസ് ഔട്ട്വേർഡ് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് വേണം ഔട്ടർ കോളത്തിനകത്ത് എഴുതാൻ. ഇനി ഡയറക്റ്റ് എക്സ്പെൻസസ് വല്ലതും ഉണ്ടെങ്കിൽ ഫ്രൈറ്റ്, കസ്റ്റംസ് ഡ്യൂട്ടി, വേജസ്, ഗ്യാസ്, ഫാക്ടറി എക്സ്പെൻസസ്, റോയൽറ്റി, ഗ്രോസ് പ്രോഫിറ്റ്, ഇത്രയും കാര്യങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് വരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഡെബിറ്റ് സൈഡിൽ എഴുതാം. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് പോകുമ്പം ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് സെയിൽസ് ആണ്. സെയിൽസ് എടുത്ത് എഴുതിയതിന് ശേഷം സെയിൽസിന് എന്തെങ്കിലും റിട്ടേൺ ഉണ്ടോ എന്ന് നോക്കണം. ഇന്നർ കോളത്തിലാണ് എഴുതാനുള്ളത്. അതിൻ്റെ റിട്ടേണും ഇന്നർ കോളത്തിൽ തന്നെ എഴുതുക. റിട്ടേൺ ഉണ്ടെങ്കിൽ സെയിൽസ് റിട്ടേൺ എന്നോ റിട്ടേൺസ് ഇൻവോർഡ് എന്നോ തന്നേക്കും. സെയിൽസിൽ നിന്ന് ആ റിട്ടേൺ കുറച്ച് ആ എമൗണ്ട് ഔട്ടർ കോളത്തിനകത്ത് എഴുതാം. അതിനുശേഷം ലാസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സിനകത്തായിരിക്കും തന്നേക്കുക. നമുക്ക് തന്നേക്കുക ക്വസ്റ്റ്യനിലെ അഡ്ജസ്റ്റ്മെൻറ്റ്സിനകത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് കാണും. അതെടുത്ത് എഴുതുക. അതിനുശേഷം ക്രെഡിറ്റ് സൈഡ് കൂട്ടി ഇവിടെയും എഴുതി വയ്ക്കുക. അതിനുശേഷം ടോട്ടൽ ക്രെഡിറ്റിൽ നിന്നും ടോട്ടൽ ഡെബിറ്റ് എമൗണ്ട്സ് എല്ലാം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ചില സമയങ്ങളിൽ എന്ത് ചെയ്യും? ഡെബിറ്റ് എമൗണ്ട് ആയിരിക്കും കൂടുതൽ, ക്രെഡിറ്റ് എമൗണ്ട് കുറവായിരിക്കും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഡെബിറ്റ് എമൗണ്ട് എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ടാലിയാക്കി വെച്ചതിന് ശേഷം അതിൽ നിന്നും ക്രെഡിറ്റ് എമൗണ്ട് കുറച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് സൈഡിലോട്ട് എടുത്തെഴുതുന്നു. അതാണ് നമുക്ക് കിട്ടുന്ന ഗ്രോസ് ലോസ്. അത് നമ്മൾ പിന്നീട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഒരു നോമിനൽ അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നത്. ഡെബിറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ക്രെഡിറ്റ് ചെയ്യുന്നത് ഇൻകംസും പ്രോഫിറ്റ്സും ആയിരിക്കും. നമുക്ക് നേരെ ഫോർമാറ്റ് പോവാം. ഫോർമാറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ ഗ്രോസ് ലോസിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഗ്രോസ് ലോസിലാണ് ട്രേഡിംഗ് അക്കൗണ്ട് അവസാനിക്കുന്നതെങ്കിൽ ഗ്രോസ് ലോസിലായിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ തുടങ്ങുക. ഇനി ഗ്രോസ് പ്രോഫിറ്റിലാണ് ട്രേഡിംഗ് അക്കൗണ്ട് അവസാനിക്കുകയെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിലായിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങുക. നമുക്ക് അതിനകത്ത് സാലറീസ്, റെന്റ്, ടാക്സസ് തുടങ്ങിയ ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളെല്ലാം എവിടെയാണ് വരുന്നത്? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് ഇൻകംസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് വരിക. അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് അലൗഡ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്, ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇത്രയും കാര്യങ്ങൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം എവിടെയാണ് വരുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ എന്തെങ്കിലും ഇൻകംസ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? കമ്മീഷൻ, ഡിസ്കൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? റെന്റ് കിട്ടിയിട്ടുണ്ടോ? ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇനി അതർ ഇൻകംസ്, വല്ല ഇൻകംസ് വന്നിട്ടുണ്ടോ? അതെല്ലാം എടുത്തെഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡ് രണ്ട് സ്ഥലത്തും ടാലിയാക്കി എഴുതിയതിന് ശേഷം ഡെബിറ്റ് സൈഡിൽ നിന്നും ക്രെഡിറ്റ് സൈഡ് കുറച്ച് നമ്മളിവിടെ എഴുതുന്ന എമൗണ്ട് ആണ് നെറ്റ് പ്രോഫിറ്റ്. ഇനി ഒരു പക്ഷേ ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഡെബിറ്റ് സൈഡ് രണ്ട് സ്ഥലത്തും ടാലി ആയതിനു ശേഷം ഡെബിറ്റിൽ നിന്നും ക്രെഡിറ്റ് സൈഡ് കുറച്ച് നമ്മളിവിടെ എഴുതുന്ന എമൗണ്ട് ആണ് നെറ്റ് ലോസ്. നെക്സ്റ്റ് നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന് ലൈബിലിറ്റി സൈഡും അസറ്റ് സൈഡുമാണ് ഉള്ളത്. എന്തില്ല? ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഇല്ല. ഇനി ലൈബിലിറ്റി സൈഡിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് ക്യാപിറ്റലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള കറണ്ട് ആൻഡ് ഫിക്സഡ് ലൈബിലിറ്റീസ് എല്ലാം വരുന്നുണ്ട്. ഇനി അസറ്റ് സൈഡിലാണെങ്കിൽ ഫിക്സഡ് ആൻഡ് കറണ്ട് അസറ്റുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രീപെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടെങ്കിൽ അതും വരുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നോക്കാം. അതിന് മുമ്പ് ബാലൻസ് ഷീറ്റ് ഇത് ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓർഡർ ഓഫ് പെർമനൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഫിക്സഡ് അസറ്റും ഫിക്സഡ് ലൈബിലിറ്റീസും എല്ലാം മുകളിൽ പോവും, ലോങ് ടൈം ലൈബിലിറ്റീസും എല്ലാം മുകളിൽ പോവും. ഇതിപ്പോൾ ലിക്വിഡിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് ലൈബിലിറ്റീസും കറണ്ട് അസറ്റുമാണ് എഴുതുന്നത്. അതിൽ നിന്നും ഫിക്സഡിലേക്ക് പോവുക ചെയ്യുന്നത്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ലോൺസ്, ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ആഡ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഓണർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഡ്രോയിങ്സ് എന്ന പേരിൽ നമ്മൾ ലെസ് ചെയ്തിട്ടാണ് ഇവിടെ എമൗണ്ട് എഴുതുന്നത്.
അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ബാങ്ക്, ബിൽസ്, ഇൻവെസ്റ്റ്മെന്റ്, സൺട്രി ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഞാൻ പറഞ്ഞല്ലോ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഫർണിച്ചർ, മെഷീനറി, പ്രിമിസസ്, ഗുഡ് വിൽ, ഇത്രയും കാര്യങ്ങൾ എഴുതി രണ്ട് സൈഡും ടാലി ആകുമ്പോഴാണ് നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ആവുന്നത്. പ്രോബ്ലം നോക്കാം. ദി ഫോളോയിങ് ഈസ് ദി ബാലൻസ് ഷീറ്റ് ഓഫ് ഗുപ്ത. ഗുപ്തയുടെ ബാലൻസ് ഷീറ്റ് ഏത് വർഷത്തെ 2005 മാർച്ച് 31 ബാലൻസ് ഷീറ്റാണ് കൊടുത്തേക്കുന്നത്. ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഗുഡ് വിൽ എല്ലാം തന്നിട്ടുണ്ട്, സ്റ്റോക്ക്, വേജസ്. ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നോക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എടുക്കുന്നത് എവിടെയാണ് എടുക്കുന്നതെന്ന് നമുക്കറിയാം. ട്രേഡിംഗ് അക്കൗണ്ടിലും എടുക്കും, അതുപോലെ തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് എടുക്കുന്നുണ്ട്. റൈറ്റ് ഓഫ് ₹1000 ബാഡ് ഡെപ്റ്റ് ഫർദർ ബാഡ് ഡെപ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഫർദർ ബാഡ് ഡെപ്റ്റ് 1000 രൂപ തന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ 5% ഓൺ ഡെപ്റ്റേഴ്സ്, പ്രൊവൈഡ് 5% ഓഫ് ഡെപ്റ്റേഴ്സ് ഫോർ ബാഡ് ഡെപ്റ്റ് ആയിട്ട് ഒരു 5% ഡെപ്റ്റേഴ്സിൽ നിന്നും പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ന്യൂ ബാഡ് ഡെപ്റ്റ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂ പ്രൊവിഷൻ എന്നോ പറയാം. റോയൽറ്റി ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 500. റോയൽറ്റി എത്ര രൂപ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ട്? 500 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ഉള്ളത് ഇതിലൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ബാഡ് ഡെപ്റ്റിന് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. പിന്നെ നമുക്ക് വരുന്നത് റോയൽറ്റിക്ക് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് താഴെ ഫോർ ദി ഇയർ എൻഡഡ് കൊടുത്തിട്ടുണ്ട്. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ആയതിനാൽ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നും തുടങ്ങുന്നു. 17,250. അവിടെ നിന്ന് പർച്ചേസ് എടുത്തെഴുതി. പർച്ചേസിന് റിട്ടേൺസ് ഒന്നും ഇല്ലാത്തതിനാൽ നേരെ എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതുക ചെയ്തേ. കോൾ ആൻഡ് പവർ, ഫ്രൈറ്റ്, വേജസ് ആൻഡ് സാലറീസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കമ്പനിയിൽ സംഭവിച്ച എക്സ്പെൻസസ് ആണ്. അതെല്ലാം എടുത്ത് എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് റോയൽറ്റിക്ക് എന്ത് വന്നു? അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു ഔട്ട്സ്റ്റാൻഡിങ് 500 രൂപ. അപ്പോൾ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ലെസ് പ്രീപെയ്ഡ് പഠിച്ചു വയ്ക്കുക. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ലെസ് പ്രീപെയ്ഡ്. ഔട്ട്സ്റ്റാൻഡിങ് 500 രൂപ നമ്മൾ ആഡ് ചെയ്ത് ടോട്ടൽ 3000 രൂപ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്രെഡിറ്റ് സൈഡിലേക്ക് പോകുന്നു. അവിടെ സെയിൽസ് 1,25,000 രൂപ. ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റിനകത്തുണ്ടായിരുന്നു, അതെടുത്തെഴുതുക 85,000 രൂപ. അത് കഴിഞ്ഞ് ക്രെഡിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടി എഴുതിയിട്ടുണ്ട് 1,33,500 രൂപ. അതിൽ നിന്ന് ഡെബിറ്റ് സൈഡിലുള്ള ഇത്രയും എമൗണ്ട് കൂട്ടിയതിന് ശേഷം കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് 19,000 രൂപ. ഈ ഗ്രോസ് പ്രോഫിറ്റ് അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുവാണ് 19,000 രൂപ. അതിനുശേഷമാണ് നമ്മൾ അവിടുത്തെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എക്സ്പെൻസുകൾ, ഇൻകംസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് മാനേജ്മെന്റ് എക്സ്പെൻസ് 14,500 രൂപ. ബാഡ് ഡെപ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഫർദർ ആയിട്ട് ഒരു 1000 രൂപയുടെ ബാഡ് ഡെപ്റ്റ് വന്നിട്ടുണ്ട്. ന്യൂ പ്രൊവിഷൻ വന്നിട്ടുണ്ട് അല്ലേ, 1,500 രൂപ. ഡെപ്റ്റേഴ്സിൽ എന്ത് ചെയ്യുന്നു? 5% പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും ആഡ് ചെയ്തു. അതിനുശേഷം ഓൾഡ് പ്രൊവിഷൻ എന്ത് ചെയ്യുന്നിട്ടായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നെ തന്നിട്ടുണ്ടായിരുന്നു ഒരു 1,400 രൂപ. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സ്ലൈഡ് ബാക്കിലോട്ടാക്കി നിങ്ങൾ നോക്കുക കേട്ടോ. 1,400 രൂപ ഓൾഡ് പ്രൊവിഷൻ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. പഴയ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിന് അകത്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ലെസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ഔട്ടർ കോളത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നേരെ ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ ചെയ്തത് അവിടെയുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ബാഡ് ഡെപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? റിക്കവേർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു 600 രൂപയുടെ ബാഡ് ഡെപ്റ്റ് എന്ത് ചെയ്തു? റിക്കവേർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് കിട്ടൂല എന്ന് വിചാരിച്ചതാണ്, കിട്ടി. അപ്പം നമുക്ക് ഇൻകം, അത് നമ്മൾ എന്ത് ചെയ്തു? ഇൻകം സൈഡിൽ, അതായത് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ഇനി നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? പെൻസിലിട്ട് രണ്ട് സൈഡും എഴുതി നോക്കുക. ഇപ്പോൾ എഴുതി നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയത് ഡെബിറ്റ് സൈഡായിരുന്നു എന്തെന്ന് പറയുന്നത് കൂടുതലായിട്ട് വന്നത്. ക്രെഡിറ്റ് സൈഡ് 19,600 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് രണ്ട് സൈഡിലും എഴുതിയതിന് ശേഷം അതിൽ നിന്നും ഈ 19,600 കുറച്ചപ്പോൾ 800 രൂപ എനിക്ക് നെറ്റ് ലോസ് ആണ് കിട്ടിയത്. ഈ നെറ്റ് ലോസ് ഞാൻ എങ്ങോട്ടത്തേക്ക് കൊണ്ടുപോകും? ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകും. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയപ്പോൾ ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും എനിക്ക് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എന്ത് ചെയ്തു? അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ആദ്യം എടുത്തെഴുതിയത്. റോയൽറ്റിക്ക് 500 രൂപ അഡ്ജസ്റ്റ്മെന്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ ലയബിലിറ്റി സൈഡിലും പ്രീപെയ്ഡ് ആണെങ്കിൽ അസറ്റ് സൈഡിലും എഴുതണം. ഔട്ട്സ്റ്റാൻഡിംഗ് റോയൽറ്റി 500 രൂപ എടുത്തെഴുതി. സൺട്രി ക്രെഡിറ്റേഴ്സ് 14,000 രൂപയുണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. ക്യാപിറ്റൽ എഴുതുമ്പോൾ എനിക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. ക്യാപിറ്റൽ 96,800 രൂപയാണ് വന്നത്. അതിൽ നിന്ന് നെറ്റ് ലോസ് ആയിട്ടൊരു
800 രൂപ ഞാൻ എന്ത് ചെയ്തു, കുറച്ചു. നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ ഞാനത് എന്ത് ചെയ്തേനെ, ആഡ് ചെയ്തേനെ. നെറ്റ് ലോസ് ആയിട്ടൊരു 800 രൂപ ഞാൻ കുറച്ചതിന് ശേഷം 96,000 രൂപയാണ് എനിക്ക് കിട്ടിയ ക്യാപിറ്റൽ എമൗണ്ട്. അപ്പോഴാണ് എന്ത് ചെയ്തത്, ഡ്രോയിങ്സ് ആയിട്ട് ഓണർ ഒരു 6,000 രൂപ അവിടെ നിന്നും എടുത്തു പോയിട്ടുണ്ട്. ഒരു പക്ഷേ പൈസയാകാം അല്ലെങ്കിൽ സാധനമാകാം, എന്തായാലും പൈസയിലേക്ക് മാറ്റി നമ്മളത് ഡ്രോയിങ്സ് ആയിട്ട് ലെസ് ചെയ്യണം. അപ്പോൾ 6,000 രൂപ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലെസ് ചെയ്ത് എനിക്ക് ബാക്കി കിട്ടിയ ക്യാപിറ്റൽ 90,000 രൂപ. അതിനുശേഷം ഞാൻ ആ സൈഡെല്ലാം കൂട്ടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1,04,500. ഇനി ഞാൻ ഡെബിറ്റ് സൈഡിലേക്ക് പോയപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സ് ആയിട്ട് എനിക്ക് 31,000 രൂപ. അതിന് മുമ്പ് ക്യാഷ് ഇൻ ഹാൻഡ് 2,500 രൂപ. അതെന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിനകത്ത് ഉണ്ടായിരുന്ന എമൗണ്ട് ആണ്. അത് കഴിഞ്ഞ് സൺട്രി ഡെപ്റ്റേഴ്സ് 31,000 രൂപയുടെ കൂടെ ഒരു പ്രൊവിഷൻ വന്നിരുന്നു അല്ലേ, 5% ന്യൂ പ്രൊവിഷനും അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റ് 1,000 രൂപയും വന്നിരുന്നു. അത് രണ്ടും ഞാൻ എന്ത് ചെയ്തു, ലെസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എവിടെ ഞാനിത് ആഡ് ചെയ്തിരുന്നു, ബാഡ് ഡെപ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഞാനിത് ആഡ് ചെയ്തു. അവിടെ ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്തിരുന്നു. ഇവിടെ ഞാൻ ഓൾഡ് പ്രൊവിഷൻ എടുക്കുന്നില്ല, അത് ഓൾറെഡി എന്താണ് വന്നിരിക്കുകയാണ് അല്ലേ, ബാലൻസ് ഷീറ്റിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ എടുക്കുന്നില്ല. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, പുതുതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് പുതിയ ബാലൻസ് ഷീറ്റിൽ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 1,000 1,500 രൂപയാണ് ഇപ്പോൾ എന്ത് ചെയ്തത്, ന്യൂ ആയിട്ട് വന്നിട്ടുള്ള ബാഡ് ഡെപ്റ്റും പ്രൊവിഷനും. അത് രണ്ടും ഞാൻ ലെസ് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ എമൗണ്ട് 28,500 രൂപ. അത് കഴിഞ്ഞ് ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിനകത്തുണ്ടായിരുന്നു. ആ അഡ്ജസ്റ്റ്മെൻറ്റിനകത്തുള്ള ക്ലോസിംഗ് സ്റ്റോക്കിന് ഇല്ല കേട്ടോ. അഡ്ജസ്റ്റ്മെൻറ്റിനകത്തുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കിയതിന് ശേഷം 8,500 രൂപയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഔട്ടർ കോളത്തിനകത്ത് എഴുതിയത്. പിന്നെ ഫിക്സഡ് അസറ്റുകൾ നോക്കി, മെഷീനറി ഉണ്ടായിരുന്നു, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും ഗുഡ് വില്ലും ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്തെഴുതി ഞാൻ ടാലിയാക്കിയിട്ടുണ്ട്. 1,04,500 രൂപയ്ക്കാണ് എന്ത് ചെയ്തത്, എൻ്റെ ബാലൻസ് ഷീറ്റിൽ ഫൈനൽ അക്കൗണ്ട്സ് ടാലിയായി പോയിട്ടുള്ളത്. അപ്പോൾ ടാലി ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ പ്രോബ്ലം എന്ത് ചെയ്തു, കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫൈനൽ അക്കൗണ്ട്സ് ആണ് ഡിസ്കസ് ചെയ്തത്. സ്പീഡ് കൂടുന്നുണ്ടോ, അതുപോലെ സൗണ്ട് ക്ലിയർ ഇല്ലയോ, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടനും കൂടി അമർത്തുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.